സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാശം വിതച്ച പേമാരിയിൽ ഇന്ന് 2 മരണമുണ്ടായി. കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികൻ മരിച്ചു. ഇടുക്കി ഉടുമ്പൻ ചോലയിൽ മരം വീണ് തോട്ടം തൊഴിലാളിയും മരിച്ചു. വയനാട്ടിൽ റിസോർട്ട് ഹോം സ്റ്റേകളിൽ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശൂരും കണ്ണൂരും വൻ നാശനഷ്ടം ഉണ്ടായി. എറണാകുളം MG റോഡ്, ജോസ് ജംഗ്ഷൻ സൗത്ത് ഭാഗങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിലായി മഴക്കെടുതിയിൽ നിരവധി വീടുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. ഈ പിള്ളേരെല്ലാം കൂടെ കട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ മക്കളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ഇറങ്ങി വാ. അവിടെ കയറിയിരുന്നല്ലോ, എല്ലാം ഇളകി പോയിരിക്കുക. അപ്പോൾ അടുക്കളയുടെ ചിമ്മിനിയെല്ലാം നനഞ്ഞ് വെള്ളം അടുപ്പി തീയൊന്നും കത്തിക്കത്തില്ല. ഇതുങ്ങൾ നനഞ്ഞ് കുളിച്ച് അതിനകത്ത് നിൽക്കുക. ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ഇറങ്ങി പോരാൻ പറഞ്ഞു. നിന്നിപ്പോൾ പടപടാന്നൊരു ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോൾ തന്നെ മൊത്തം വരും എൻ്റെ കൊച്ചുങ്ങൾ കട്ടിലിരിക്കുക. എൻ്റെ പിള്ളേര് അതൊക്കെ ചെറുക്കൻ്റെ തല വെച്ചിട്ട് പൊട്ടിയിട്ടുണ്ട്, പൊഴിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും മീര മനോഹരൻ, പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു, കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി, തൃശൂരിൽ നിന്നും ലെവിൻ K. വിജയൻ, വയനാട്ടിൽ നിന്ന് ലിനറ്റ് വർഗീസ്, കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം മീരയിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ്. മീര, വലിയ മഴയാണ് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഉള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നാളത്തെ ദിവസം എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട്, ബാക്കിയുള്ള 2 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. അതുപോലെ പിന്നീട് ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ഓറഞ്ച് അലേർട്ട്. വലിയ തരത്തിൽ കനത്ത മഴ തുടരും എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നിപ്പോൾ എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഏത് രീതിയിലാണ്? സ്വാതി, സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരുകയാണ്. മഴ മുന്നറിയിപ്പ് ഉൾപ്പെടെ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ, അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ തൃശൂർ, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട്. അവിടെയും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. നേരത്തെ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഈ കാറ്റിന്റെ സാന്നിധ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. 50 മുതൽ 60 കിലോമീറ്റർ, അതായത് മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കടലാക്രമണ, കടൽക്ഷോഭ സാധ്യതയുള്ളതിനാൽ ഇത്തരത്തിൽ തീരദേശവാസികളൊക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എന്തായാലും വരുന്ന 4 ദിവസത്തേക്ക് കർണാടക, കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. എന്തായാലും സംസ്ഥാനത്തുടനീളം ഈ കനത്ത മഴയിൽ വലിയ മഴക്കെടുതികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇടുക്കിയിൽ ഉൾപ്പെടെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും നിലനിൽക്കുന്നതിനാൽ ഇത്തരത്തിൽ വലിയ മരങ്ങൾ സമീപത്തുള്ളവരും വലിയ കെട്ടിടങ്ങൾ, അപകട നിലയിലുള്ള കെട്ടിടങ്ങൾ ഉള്ളവർ ഉൾപ്പെടെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എന്തായാലും നാളെയും ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. എന്തായാലും വരുന്ന ദിവസത്തേക്ക് കൂടി മഴ കനക്കും. പ്രധാനമായും ഈ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ്, വടക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ ഒരു തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മഴ വരുന്ന ദിവസത്തിലേക്ക് കൂടി ഉണ്ടാകും എന്നുള്ള വിവരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഈ വൈകിട്ടോടുകൂടി റെഡ് അലേർട്ട് കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കനത്ത മഴ തുടരും എന്നുള്ളത് തന്നെയാണ്. ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളൊക്കെയും മുൻകരുതലോടുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഒപ്പം ഈ പൊതുജനങ്ങളും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മഴ മാത്രമല്ല, മഴയ്ക്കൊപ്പം മണിക്കൂറിൽ വളരെ ശക്തിയുള്ള കാറ്റിനുള്ള സാധ്യത കൂടി പറയുന്നതിനാൽ പൊതുജനങ്ങളും തീരദേശവാസികളും ജലാശയത്തിന് സമീപത്ത് താമസിക്കുന്നവരും ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വിവിധ ഇടങ്ങളിൽ കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രത പുലർത്തണം എന്നുള്ള വിവരം തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ വരും ദിവസങ്ങളിലേക്ക് കൂടി മഴ തുടരും എന്നുള്ളത് തന്നെയാണ്. സ്വാതി. ശരി മീര, അതുതന്നെയാണ്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. വലിയ തരത്തിൽ അതിശക്തമായ മഴ തുടരും എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. തൃശ്ശൂരിൽ നിന്നും ലെവിൻ K. വിജയനാണ് നമുക്കൊപ്പം ഇനി ചേരുന്നത്. ലെവിൻ, നാളെ ഇപ്പോൾ തൃശ്ശൂരിൽ റെഡ് അലേർട്ട് ആണ്. അതിതീവ്ര മഴയാണ് ഇന്നും അവിടെ ഉണ്ടായിരുന്നത്. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. മിന്നൽ ചുഴലി അടക്കമുള്ള പ്രതിഭാസങ്ങളും മഴയോടൊപ്പം ഉണ്ടായി. വലിയ കാറ്റാണ്. അപ്പോൾ നിലവിൽ ഏത് രീതിയിലാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മുൻകരുതൽ നടപടികളൊക്കെ ഏത് രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്?
സ്വാതി, അതിശക്തമായ മഴ തന്നെ എന്ന് വേണം ജില്ലയിലെ കാലാവസ്ഥ വിലയിരുത്തി പൊതുവെ പറയാൻ. ഇന്നലെ അർദ്ധരാത്രി മുഴുവൻ ഇടതടവില്ലാതെ എല്ലാ മേഖലകളിലും മഴ ശക്തിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. കടുത്ത കാലവർഷക്കെടുതികൾ ഇതിനിടയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. 3 ക്യാമ്പുകളിലായി വിവിധ സ്ഥലങ്ങളിലായി 3 ക്യാമ്പുകൾ ഇതിനോടകം തന്നെ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. 133 ആളുകൾ ഇതിനോടകം തന്നെ ക്യാമ്പുകളിലേക്ക് താമസം മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മഴ ശക്തിയായി തുടരുമെന്ന മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നതെങ്കിൽ വൈകിട്ടോടുകൂടി റെഡ് അലേർട്ട് കൂടി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി എല്ലാ മേഖലയിലെയും ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആശങ്കകൾ നിലനിൽക്കുന്നത് ചാലക്കുടി മേഖലയിൽ തന്നെയാണ്. പറമ്പിക്കുളവും തമിഴ്നാട് ഷോളയാറും കേരള ഷോളയാറും അടക്കം പെരിങ്ങൽകുത്തും അടക്കമുള്ള 4 ഡാമുകൾ നിലവിൽ തുറന്ന് ജലവിധാനം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ഇതിനിടയിൽ മഴ ശക്തിയായി പെയ്തതോടുകൂടി വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഇനിയും ഉയർത്തേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ തുറന്നിരിക്കുന്ന പീച്ചി ഡാം നാളെ രാവിലെ 8 മണിയോടുകൂടി കൂടുതൽ ഉയർത്തി ജലക്രമീകരണം നടത്താനുള്ള നിർദ്ദേശവും ജില്ലാ കളക്ടർ വാട്ടർ അതോറിറ്റിക്കും മറ്റും കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മണലി, കരുവന്നൂർ, അതോടൊപ്പം തന്നെ ചാലക്കുടി പുഴ തുടങ്ങിയ 3 പ്രധാനപ്പെട്ട നദികളിലും ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ജില്ലയുടെ മറ്റ് മേഖലകളിലേക്കും തീരദേശ മേഖലകളിലേക്കും ഒക്കെ പോയാൽ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. വനയോര മേഖലകളിലും കിഴക്കൻ പ്രദേശങ്ങളിലും അടക്കം അതിശക്തമായ മഴയാണ് ഈ കഴിഞ്ഞ സമയത്തിനിടയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ചാലക്കുടിയിലും കൊണ്ടയൂരും 2 സ്ഥലങ്ങളിൽ കിണറുകൾ ഇടിഞ്ഞു താഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മിന്നൽ ചുഴലിയിൽ ഇരിങ്ങാലക്കുട പടിയൂരിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി വീടുകൾ തകരുകയും ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും വഴിയിൽ മരങ്ങളടക്കം വീണ് ഗതാഗത തടസ്സം ഉണ്ടാവുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ജില്ലയിലെ പല സ്ഥലങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നാശനഷ്ടങ്ങളുടെ ഒരു തോത് ഇതിനോടകം തിട്ടപ്പെടുത്താനായിട്ടില്ല. ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം റവന്യൂ വകുപ്പുമെല്ലാം ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ജില്ലയിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാൻ കളക്ടർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ കനത്ത നാശനഷ്ടങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടായപ്പോൾ വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കകളേറെയാണ്. ഏതായാലും അതീവ ജാഗ്രതയോടുകൂടി തന്നെ ജില്ലയിലെ ജനങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം തുടരുകയാണ്. സ്വാതി. ശരി ലെവിൻ, എന്തായാലും ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ പാലിച്ച് ജനങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്നും നിഖിലാണ് ചേരുന്നത്. നിഖിൽ, ഇന്നിപ്പോൾ വലിയ ശക്തമായ മഴയുണ്ടായി, അതിൽ അതിദാരുണമായ 2 മരണമുണ്ടായി. അതിലൊന്ന് കണ്ണൂരാണ് സംഭവിച്ചത് എന്നുള്ള ഏറ്റവും വിഷമകരമായ ഒരു വാർത്ത കൂടിയാണ് കണ്ണൂരിൽ നിന്നും വരുന്നത്. നിലവിൽ ഇന്ന് ഇപ്പോഴും മഴ അതിശക്തമായി തന്നെ തുടരുകയാണോ? ഏതെല്ലാം രീതിയിലാണ് നിർദ്ദേശങ്ങളുള്ളത്? സംഗീത, കണ്ണൂരിലും ഈ പറഞ്ഞതുപോലെ ശക്തമായ മഴ തന്നെയാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ തുടരുന്നത്. കണ്ണൂർ നഗരത്തിൽ അല്പസമയം ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിലും വീണ്ടും മഴ പെയ്തു തുടങ്ങുന്നുണ്ട്. ഒപ്പം ഇരിട്ടി ഉൾപ്പെടെയുള്ള ഇരിട്ടി, ചെറുപുഴ തുടങ്ങിയ മേഖലകളിലെല്ലാം അതിശക്തമായ മഴ പെയ്യുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ മഴയ്ക്കൊപ്പമുള്ള അതിശക്തമായ കാറ്റാണ് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ ചുഴലിക്കാറ്റിന്റെ സ്വഭാവത്തിലായിരുന്നു കാറ്റ് ആഞ്ഞു വീശിയത്. അത് വ്യാപകമായ നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടാക്കിയത്. അങ്ങനെ അതിൻ്റെ ബാക്കിയായിരുന്നു ഇന്നലെ കണ്ണവത്തെ ചെമ്പൂക്കാവിലെ ചന്ദ്രന്റെ മരണത്തിനിടയാക്കിയത്. ഇന്ന് പുലർച്ചെ വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീഴുകയായിരുന്നു. ഈ മരം വീണതോടുകൂടി മരത്തിന്റെ ചില്ലകളും ഒപ്പം തന്നെ മേൽക്കൂരയുടെ ഭാഗങ്ങളും ദേഹത്തേക്ക് വീണാണ് ചന്ദ്രൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നെ വീട്ടിൽ മറ്റ് 2 പേരുണ്ടായിരുന്നു. അവർ 2 പേരും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ വ്യാപകമായ നാശനഷ്ടം വിവിധ ഇടങ്ങളിൽ ഈ മരങ്ങൾ വീണുണ്ടായിട്ടുണ്ട്. അതിൽ KSEBക്കുണ്ടായ നഷ്ടം വലിയ നഷ്ടമാണ് KSEBയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഉളിക്കൽ, വയത്തൂർ ഭാഗത്ത് മാത്രം 10 ഇലക്ട്രിക് പോസ്റ്റുകൾ ഈ മരം വീണ് നശിക്കുന്ന സാഹചര്യമുണ്ടായി. കണ്ണൂർ നഗരത്തിൽ സെൻട്രൽ ജയിലിനോട് ചേർന്ന ഭാഗത്ത് ദേശീയപാതയിൽ മരം പൊട്ടി ഇലക്ട്രിക് ലൈനിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഏറെ നേരം ഇരുവശത്തേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മരം വീണുള്ള അപകടമുണ്ട്. പനങ്കാവ് മേഖലയിൽ മരം വീണ അപകടമുണ്ട്. ചെറുപുഴ മേഖലയിലും സമാനമായ രീതിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ഇലക്ട്രിക്
ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് ചെറിയ തോതിൽ കേടുപാട് സംഭവിക്കുന്ന വിധത്തിലുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഴ വീണ്ടും ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജില്ലയിലുള്ളത്. ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി. കണ്ണൂരിൽ ഇന്ന് കടലിൽ 2 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് പാലക്കോടായിരുന്നു. പാലക്കോട് മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. അദ്ദേഹത്തെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. മറ്റൊന്ന് ഇന്ന് വൈകിട്ടുണ്ടായിരുന്ന അപകടത്തിൽ ചൂട്ടാടാണ്. ചൂട്ടാട് ബീച്ചിന് പരിസരത്ത് മണൽത്തിട്ടയിൽ ഇടിച്ച് മത്സ്യബന്ധന വള്ളം ഫൈബർ ബോട്ട് മറിയുകയായിരുന്നു. ശരി നിഖിൽ, വലിയ മഴ തന്നെയാണ് കണ്ണൂരിലും ഉള്ളത് എന്നുള്ളതാണ് ആ വിവരങ്ങളാണ് നിഖിൽ നൽകുന്നത്. ഇനി നമുക്ക് സഹിൻ ആന്റണിയിലേക്കാണ്, എറണാകുളത്തേക്കാണ്. സഹിൻ, ഇന്ന് എറണാകുളത്ത് വലിയ തരത്തിലുള്ള മഴ, അതിന് പിന്നാലെ മഴ കൊണ്ടുള്ള കെടുതികളൊക്കെ അതിരൂക്ഷമായിരുന്നു. പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുകയും വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്തു. മാത്രമല്ല വിമാനത്താവള പരിസരത്തും വലിയ മഴയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴും മഴ അതേ രീതിയിൽ തന്നെയാണോ തുടരുന്നത്? മാത്രമല്ല റെഡ് അലേർട്ട് കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യം ഏത് രീതിയിലാണ്? മഴയ്ക്ക് അല്പം ശമനം ജില്ലയിൽ വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളക്കയറ്റം കാര്യമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ജില്ലയിൽ ആകമാന മഴ പെയ്തിരുന്നു. പ്രത്യേകിച്ചും കൊച്ചി നഗരത്തെ കാര്യമായി തന്നെ മഴ ബാധിച്ചിട്ടുണ്ട്. MG റോഡ്, ഒപ്പം തന്നെ മറ്റ് ഇടങ്ങൾ, KSRTC ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ കടകളിലടക്കം വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വീടുകളിൽ, ഈ പരിസരങ്ങളിലേക്ക് വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. മറ്റൊന്ന് പ്രത്യേകിച്ചും കോതമംഗലം, മൂവാറ്റുപുഴ തുടങ്ങിയ ഇടങ്ങളിലാണ്. അവിടെയെല്ലാം പലയിടങ്ങളിലും ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ടാണ് ആളുകൾ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യമെല്ലാം ചെയ്തു നൽകിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാകട്ടെ 3 വിമാനങ്ങളായിരുന്നു ഇന്ന് വഴിതിരിച്ചു വിടേണ്ടി വന്നത്. വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് 3 വിമാനങ്ങളും മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടേണ്ടി വന്നത്. കൂടാതെ പലയിടങ്ങളിലും വീടുകൾ ഇടിഞ്ഞ് തകർന്ന് വീണിരുന്നു. ഏറ്റവും ഒടുവിലായി ആലുവയിൽ ഒരു വീട്, ലിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട് തകർന്നു വീണു. കൂടാതെ തീരമേഖലകൾ, കൊച്ചിയുടെ തീരമേഖലകൾ, പ്രത്യേകിച്ചും കണ്ണമാലി, ഒപ്പം തന്നെ വൈപ്പിൻ, നായരമ്പലം തുടങ്ങിയിടങ്ങളിലെല്ലാം വീടുകളിലേക്ക് കടൽക്കയറ്റം കൂടി രൂക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനജീവിതം ദുസ്സഹമാണ് എറണാകുളം ജില്ലയിൽ എന്ന് പറയേണ്ടി വരും. ശരി സഹിൻ, അതുതന്നെയാണ്. വളരെ ദുരിതത്തിലൂടെയാണ് ജില്ലയിലുള്ള ആളുകൾ കടന്നു പോകുന്നത്. നഗരപ്രദേശങ്ങളിലും അതുപോലെ മലയോര മേഖലകളിലും എല്ലാം വലിയ മഴയാണുള്ളത്. മഴക്കെടുതിയും രൂക്ഷമാണ്. കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ലിനറ്റ്, എങ്ങനെയാണ് അവിടെ കോഴിക്കോട് നിലവിൽ മഴ തുടരുന്നത്? അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? സ്വാതി, നിലവിൽ വയനാട്ടിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ വന്നിരിക്കുന്നത്. കനത്ത മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറായി വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴയാണ്. അതോടൊപ്പം തന്നെ ദുരിത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയിൽ ദുരിത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂം തുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തവിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഗ്രാമപഞ്ചായത്താണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത്. ശക്തമായ മഴയാണ് പലയിടങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നീരൊഴുക്കും ഇതിനെ തുടർന്ന് പല പുഴകളിലുമുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മാനന്തവാടി തലപ്പുഴ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. തലപ്പുഴ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാധ്യതയിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തലപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പുഴകളൊക്കെ തന്നെ കരകവിഞ്ഞാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ കാപ്പിക്കളം, അതോടൊപ്പം തന്നെ ഈ ഒരു പുഴയോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ കാപ്പിക്കളം ഭാഗത്തുള്ള 4ഓളം കുടുംബങ്ങളെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഈ സ്ഥിതിയിൽ മഴ കൂടുതലായി പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ജില്ലയിൽ അടുത്ത ദിവസവും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട്, ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെ തന്നെ നോ ഗോഡ് സോണുണ്ട്. ആ സോണുകളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി ഇന്നുകൊണ്ട് നിർത്തലാക്കിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തേക്ക്, ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്തേക്ക് നോ സോൺ ഏരിയയിലേക്ക് ആർക്കും പ്രവേശനമില്ല. ഈ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടൂറിസത്തിൻ്റെയും, അതായത് ഹോം സ്റ്റേകളും അതോടൊപ്പം തന്നെ ഉള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. റിസോർട്ടുകൾക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഹോം സ്റ്റേകൾക്കുമാണ് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. ജില്ലയിൽ വ്യാപകമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരത്തിനും മറ്റുമായി എത്തുന്നവർക്കുള്ള
പ്രവേശനമാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ശക്തമായ മഴയാണ് തുടരുന്നത്. അതിനോടൊപ്പം തന്നെ ശക്തമായ കാറ്റും പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരങ്ങൾ കടപുഴകി വീഴുകയും അതോടൊപ്പം പലയിടത്തും കൃഷിനാശവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാതി. ശരി ലിനറ്റ്, വയനാട്ടിൽ നിന്നാണ്, ഞാൻ ആദ്യം കോഴിക്കോട് നിന്നാണ് പറഞ്ഞത്. വയനാട്ടിൽ നിന്നാണ് ലിനറ്റ് വിവരങ്ങൾ നൽകിയത്. വലിയ തരത്തിൽ മഴയുണ്ട്, അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. റിസോർട്ടുകൾ അടക്കം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അവിടേക്കൊന്നും ആളുകളെ ആരെയും പ്രവേശിപ്പിക്കുന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീരാജ്, പത്തനംതിട്ടയിലെ ഒരു അവസ്ഥ എന്താണ്? പ്രത്യേകിച്ചും മലയോര മേഖലയാണ്, ഡാമുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിലവിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? അതുപോലെ തന്നെ ഡാമുകളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? സ്വാതി, പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും മഴയെ തുടർന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രമാടത്തൊരു വീടിന് മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണത് വലിയ അപകടമുണ്ടാക്കി. ശുചിമുറി അടക്കം പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ടായി. പൂങ്കാവിൽ അംഗനവാടിയുടെ, ചെറിയ കുട്ടികളടക്കമുള്ള അംഗനവാടിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. പന്തളത്ത് രാവിലെ കൂറ്റൻ മരം കടപുഴകി വീണ് സ്കൂളിൻ്റെ ചുറ്റുമതിലും അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റും തകരുന്ന സാഹചര്യമുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം വായ്പൂരിൽ വീടിന് മുകളിൽ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും ഇടിഞ്ഞു വീഴുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. വീട്ടുകാർക്ക് ആ വീട്ടിലേക്ക് ഇനി കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് പൂർണ്ണമായിട്ടും ഇടിഞ്ഞിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമായും മലയോര മേഖലകളിലാണ് ഇത്തരത്തിൽ ശക്തമായ മഴയും അതിശക്തമായ കാറ്റും അനുഭവപ്പെടുന്നത്. വൈദ്യുതി പോസ്റ്റുകൾക്ക് തകരാറുണ്ടാകുന്നു, വീടുകൾക്ക് തകരാറുണ്ടാകുന്നു, ഗതാഗതം തടസ്സപ്പെടുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മഴയെ തുടർന്നും ഉണ്ടാകുന്നുണ്ട്. മണിമലയാർ, അച്ചൻകോവിൽ, പമ്പ തീരത്തുള്ള ആളുകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കാരണം മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നത് ഈ നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് കാര്യമായി ഉയരാനുള്ള സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നദികൾ മുറിച്ചു കടക്കാനോ നദികളിലേക്ക് ഇറങ്ങാനോ പാടില്ല എന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഡാമുകൾ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് മഴ ശക്തമായാൽ ചെന്നെത്തും. ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയാൽ വീണ്ടും ഈ നദികളിൽ തന്നെ വെള്ളം ഉയരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കക്കാട്ടാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളം ഉയരുന്ന സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ നദികളുടെ തീരത്തേക്കോ നദികളിലേക്ക് ഇറങ്ങാനോ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടാണ് നിലവിൽ ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ, ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇടവിട്ട് ശക്തമായ മഴയും അതിശക്തമായ കാറ്റുമാണ് അനുഭവപ്പെടുന്നത്. പ്രധാനമായും ഈ കാറ്റാണ് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി പോസ്റ്റുകൾക്ക് കാര്യമായ തകരാറുകൾ സംഭവിക്കുന്നതും വീടുകൾക്ക് മുകളിലേക്ക് മരം വീഴുന്നതും ഈ ശക്തമായ കാറ്റിനെ തുടർന്നാണ്. എന്തായാലും നിലവിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തന്നെ ഉണ്ടാകും. ഈ മണിമലയാറിൽ കാര്യമായി വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ തിരുവല്ല മേഖലകളിലടക്കം വെള്ളം കയറാനുള്ള സാധ്യത. കനത്ത മഴയാണ്, പലയിടങ്ങളിലും വെള്ളക്കെട്ടും അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം വേണം എന്നുള്ളതാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ ഇപ്പോൾ ചേർന്നത്. കേരളത്തിലെമ്പാടും വലിയ തരത്തിലുള്ള മഴയാണ്, ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ച് ജനങ്ങൾ കരുതിയിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക ഈ ഒരു മഴയുടെ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് നമ്മുടെ റിപ്പോർട്ടർമാർ നൽകിയത്.